ഹലോ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണിച്ചപ്പോൾ തന്നെ മഴയാണ്. ഒരു 7:30 ഉണ്ടാവും എണിച്ച് വന്നപ്പോൾ. സ്കൂളൊന്നും ഇല്ലല്ലോ, നേരം വൈകിട്ടല്ലേ അപ്പോൾ എനിക്ക്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മഴ കണ്ടപ്പോൾ കോട്ടൊക്കെ എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ്. ചായക്കുള്ള വെള്ളം വയ്ക്കുകയാണ്. ചേട്ടാ അവിടെ ഡ്രസ്സുമ്മ അവൾ കഴിഞ്ഞു നോക്കുക. അപ്പോൾ ചായ രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. നേരത്തെ 7:30 പോകുമ്പോഴൊക്കെ ചില ദിവസം കഴിക്കുള്ളൂ. ചില ദിവസം ഭക്ഷണം വേണ്ട അവൾക്ക് രാവിലെ. അല്ലാന്നുണ്ടെങ്കിൽ പോകുമ്പോൾ കഴിക്കും, ഭക്ഷണം കഴിച്ചോളൂ. പിന്നെ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, നേരത്തെ പോകുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളം വയ്ക്കുന്നു. ചോറിന് ഫിൽറ്റർ വെള്ളം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കേടാവണമെന്നില്ല, എന്നാലും അത് വയ്ക്കുമ്പോൾ നല്ലതായിക്കോട്ടെ വെച്ചാൽ അങ്ങനെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചായക്കുള്ള വെള്ളം തളിച്ചപ്പോൾ ചായയെല്ലാം ഇടുകയാണ്. അപ്പോൾ ഇന്നലെ സാമ്പാർ വെച്ചതുണ്ട്. അപ്പോൾ ദോശയും സാമ്പാറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്കും പിള്ളേർക്കല്ലല്ലോ വേണ്ടോ. പിള്ളേർക്ക് നെയ്യ് ഒഴിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനാൽ കഴിച്ചോളും. പിന്നെ സാമ്പാറും ഉണ്ട് ഇന്നലത്തെ. അങ്ങനെ വെക്കുമ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാറ്. 2 ദിവസം സാമ്പാർ കൊണ്ട് കൂട്ടി തീർക്കും. ചൂടുവെള്ളം ഒഴിച്ച് കഴുകാണ്. അരി നന്നായിട്ട് കഴുകാണ്. ദേശത്തും കുഞ്ഞുട്ടനും നനച്ചിട്ടില്ല. ചേട്ടൻ ചായ കുടിച്ചാൽ പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കഴുകും. അപ്പോൾ നന്നായി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പച്ചവെള്ളത്തിൽ 2 മിനിറ്റ് കഴുകും. അങ്ങനെയാണ് ചെയ്യാറ്. വീഡിയോ 3 നേരത്തിലായിട്ടാണ് പിന്നെ വീഡിയോ ഇടുക യൂട്യൂബിൽ ചാനലിൽ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ലെങ്ത്ത് കൂടി പോയി. അത് കാരണം 3 നേരമായിട്ട് അങ്ങനെ ഏതായിട്ട് ഇടുള്ളൂ കേട്ടോ. ഇടും എന്തായാലും, നാളെ ഇടാൻ എന്തായാലും നോക്കാം. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോഴും പറയണ പോലെ തന്നെ ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അരി കഴുകിയിട്ടാണ്. അത് കഴിഞ്ഞ തീ കുറച്ചിടും, നല്ല തള വരാൻ വേണ്ടിയിട്ട്. കുത്തരിയാണ്, റേഷൻ അരിയാണ്. അപ്പോൾ തരമണി കുക്കറിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അടച്ചിട്ടിട്ട് നല്ല തള വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഒന്ന് അടച്ചിടും. അപ്പോൾ എൻ്റെ തരമണി കുക്കറിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അരി വേവാറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ കുടിക്കുകയാണ്. ബേക്കറി പലഹാരം നിർത്തില്ല, വെറുതെ കട്ടൻ ചായ കുടിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ വീണ്ടും ഇടാട്ടോ യൂട്യൂബ് ചാനലിൽ. ഓക്കെ.